ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഗിദെയോനെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നുവല്ലോ. ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന ഗിദെയോനെ, യാതൊരു അഡ്രസ്സുമില്ലാതിരുന്ന ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രായേൽ മക്കളെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാനായി എൻ്റെ ഈ ബലത്തോടുകൂടെ പോകുക എന്ന് അവനോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി, അവന് വാഗ്ദത്തം നൽകി, അവനെ ധൈര്യവാനാക്കി മുന്നോട്ട് നയിക്കുന്നത് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്തതിന് എന്തെങ്കിലും ഗിദെയോന് മേന്മയുണ്ടായിരുന്നുവോ? ഒന്നുമില്ല. ഗിദെയോന് ഒരു മേന്മയുമില്ലാതിരുന്ന സ്ഥാനത്ത്, യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന സ്ഥാനത്ത് ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്തു. അതാണ് നാം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3-ാമത്തെ പാരഗ്രാഫിൽ നാം കണ്ടത്. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയോന്യനായ യോവാഷിൻ്റെ കരുവേലത്തിന് കീഴെ ഇരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ. ഗിദെയോൻ്റെ അഡ്രസ്സ് അതുമാത്രമാണ്. ആരുടെ മകനാണ് എന്ന് മാത്രമേ ഗിദെയോന് അഡ്രസ്സ് ഉണ്ടായിരുന്നുള്ളൂ.
ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്തു. നമ്മെ ഓരോരുത്തരെയും ഇതുപോലെ തന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന്, ഒരർഹതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നമ്മെ തൻ്റെ വേലക്കാരായി തീരുവാൻ തക്കവണ്ണം, തൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം, ദൈവരാജ്യത്തിന് നിത്യജീവൻ അവകാശമാകുവാൻ തക്കവണ്ണം നമ്മെ അവൻ തിരഞ്ഞെടുത്തു. അവൻ്റെ യുഗപരിപാടിയിൽ, അവൻ്റെ സോവറിൻ പ്ലാൻ, അവൻ്റെ അധികാര പരിധിയിൽപ്പെട്ട ദൈവത്തിൻ്റെ അധികാരത്തിൽ വെച്ച് നമ്മെ അവൻ തിരഞ്ഞെടുത്തു. ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നതുകൊണ്ടാണോ ദൈവം എന്നെ തിരഞ്ഞെടുത്തത്? ചാച്ചൻ്റെ മകനായി ജനിക്കുവാനും, ഈ ഭവനത്തിൽ ജനിക്കുവാനും, ഈ ഭവനത്തിൽ വളരുവാനും, ദൈവവേലയോട് ഒരുമിച്ച് ഇത്രയും കാലം ചേർന്ന് നിൽക്കുവാനും എന്തെങ്കിലും യോഗ്യതയുണ്ടായിരുന്നുവോ? ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. എന്നേക്കാൾ നല്ലവരായി, എന്നേക്കാൾ ജ്ഞാനമുള്ളവരായി, എന്നേക്കാൾ ബുദ്ധിയുള്ളവരായി, എന്നേക്കാൾ അറിവുള്ളവരായി, എന്നേക്കാൾ പ്രാപ്തിയുള്ളവരായി, എന്നേക്കാൾ പലതിലും മേന്മയുള്ളവരായി അനേകരുണ്ടായിരുന്നപ്പോൾ എന്നെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് എന്നോട് കരുണ തോന്നി. ദൈവത്തിന് സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നാം കണ്ടു, C.S. ലൂയിസ് എന്ന് പറയുന്ന ആ ദൈവ ഇതിൽ പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് വിത്ത് വൺ വേർഡ്, ദാറ്റ് ഇസ് ഗ്രേസ്. ക്രിസ്തീയ മതമെന്ന് പറയുന്നത് ഒരൊറ്റ വാക്കിൽ ക്രോഡീകരിക്കാം, അത് ഗ്രേസ് എന്ന് പറയുന്നതാണ്. അത് കൃപ എന്നുള്ളതിലാണ് ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത് എന്ന് C.S. ലൂയിസ് പറഞ്ഞു. എബ്രഹാം ലിങ്കൺ പറഞ്ഞു, ഗോഡ് മസ്റ്റ് ഹാവ് ലൈക്ഡ് ഓർഡിനറി പീപ്പിൾ, ദ റീസൺ ഹി മെയ്ഡ് സോ മെനി ഓഫ് ദം. ദൈവം സാധാരണക്കാരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ദൈവം സാധാരണക്കാരായി അനേകരെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചത് എന്ന്. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായിരുന്ന വില്യം ബൂത്ത്, വെറും മെട്രിക്കുലേഷൻ മാത്രം പഠിത്തമുണ്ടായിരുന്ന ആ വില്യം ബൂത്ത് ഒരിക്കൽ പറഞ്ഞു, ഇപ്രകാരമാണ് പറഞ്ഞത്. അദ്ദേഹത്തോട് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. somebody asked him, why is God using you? എന്തുകൊണ്ടാണ് ദൈവം നിന്നെ ഉപയോഗിക്കുന്നത്? He said, it may be because God will get all the credit as I have nothing to offer. ദൈവത്തിന് എല്ലാ മഹത്വവും കിട്ടുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ്, എനിക്ക് ദൈവത്തിന് ഒന്നും കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് ദൈവത്തിന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ദൈവം എന്നെ ഉപയോഗിക്കുന്നത്. ഐ എം ജസ്റ്റ് ആൻ ഓർഡിനറി മാൻ. ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. ഐ എം ജസ്റ്റ് ആൻ ഓർഡിനറി പേഴ്സൺ ആൻഡ് വെൻ ഐ ഡു സംതിങ് ഗോഡ് ഗെറ്റ്സ് ഓൾ ദ ക്രെഡിറ്റ്. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എല്ലാ മഹത്വവും ദൈവത്തിന് കിട്ടും. അതുകൊണ്ടാണ് ദൈവം എന്നെ ഉപയോഗിക്കുന്നത് എന്ന് വില്യം ബൂത്ത് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം, നമ്മോട് കരുണ തോന്നുവാൻ തക്കവണ്ണം ദൈവത്തിന് നമ്മോട് ഇഷ്ടം തോന്നി. എനിക്ക് ഇഷ്ടമുള്ളവനോട് ഇഷ്ടം തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുന്നുവെന്ന് കർത്താവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മോട് കനിവ് തോന്നുവാൻ തക്കവണ്ണം നമ്മെ തിരഞ്ഞെടുത്ത ദൈവം ഗിദെയോനെയും തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണ് സെന്റ് പോൾ പറയുന്നത്, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം അപ്പോസ്തലന് നന്നായിട്ടറിയാം, എനിക്കുള്ളതെല്ലാം ഒന്നിനും കൊള്ളുകയില്ലാത്തതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പിന്നീട് പറഞ്ഞത്, എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു, ക്രിസ്തു നിമിത്തം എല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. ഗിദെയോൻ ഭീരുവായിരുന്നു, ഗിദെയോൻ സംശയാലുവായിരുന്നു. പക്ഷേ ഗിദെയോനെ ബലപ്പെടുത്തിയ ദൈവം, തിരഞ്ഞെടുത്ത ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. ഗിദെയോൻ്റെ വിളിയുടെ പ്രത്യേകതകൾ നാം കണ്ടു. ഒന്നാമത്, ഇറ്റ് വാസ് എ പേഴ്സണൽ കോൾ. വ്യക്തിപരമായ ഒരു വിളി. വ്യക്തിപരമായി ഗിദെയോൻ ദൈവത്തിൻ്റെ ദൂതനെ കണ്ടു. ദൈവത്തിൻ്റെ ദൂതനെ കണ്ടപ്പോൾ ഗിദെയോന് പിന്നെ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ പേഴ്സണൽ കോൾ. ഒരു വ്യക്തിപരമായ വിളിയായിരുന്നു അത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കെട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് നാം സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പാപക്ഷമ കിട്ടുമ്പോൾ, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുമ്പോൾ, വ്യക്തിപരമായ വെളിയുടെ മേന്മ അനുഭവിക്കുമ്പോൾ, യഹോവയായ ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി
എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഉടമസ്ഥതയും കർത്താവായ യേശു ക്രിസ്തുവിന് വെച്ചു മാറുവാൻ തക്കവണ്ണം നമുക്കൊരു ഭാഗ്യം കിട്ടിയെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യം ഈ ലോകത്തിൽ മറ്റൊന്നില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. യഹോവ അവനോട് അതിനുശേഷം പറഞ്ഞു. അതിൻ്റെ 22-ാം വാക്യത്തിൽ പ്രകാരമാണ് നാം വായിക്കുന്നത്. വായിച്ചു കേൾക്കാം. അവൻ യഹോവയുടെ ദൂതനെന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, നീ ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. ദൈവത്തെ മുഖാമുഖം കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. യഹോവയെ മുഖാമുഖം കണ്ടു കഴിയുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി നാം സ്വീകരിച്ചു കഴിയുമ്പോൾ, യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ ചുക്കാൻ ഏറ്റെടുത്ത് കഴിയുമ്പോൾ പിന്നെ യാതൊന്നിനെയും നമുക്ക് ഭയമില്ല. ഈ ലോകത്തിൽ ഒന്നിനെയും ഭയമില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഒരു ഭയവുമില്ലാതെ, യാതൊരു പേടിയുമില്ലാതെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഭയപ്പാടുകൾ കൂടെ കടന്നുപോയ അവസരങ്ങളിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയപ്പെട്ടു പോയ അവസരങ്ങളിൽ, ഭാവിയെ നോക്കി ഭയപ്പെട്ടു നിന്ന അവസരങ്ങളിൽ, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറച്ചു നിന്ന അവസരങ്ങളിൽ എൻ്റെ കരം പിടിച്ച് എന്നെ ഉറപ്പുള്ള പാറമേൽ നിർത്തിയ നല്ലവനായ കർത്താവായ യേശുക്രിസ്തു, ഭയപ്പെടേണ്ട എന്ന് എന്നോട് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു ദൈവനോട് പറഞ്ഞു, നിനക്ക് സമാധാനം, നീ ഭയപ്പെടേണ്ട. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നാഥനും കർത്താവുമായി തീരുമ്പോൾ കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. ഒന്നും ഭയമില്ല, ആരെയും ഭയമില്ല, ഒരാളെയും ഭയമില്ല. എന്തെല്ലാം വന്നാലും ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആ ഒരു ഉറപ്പ്. എന്തുകൊണ്ടാണ്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു എന്നുള്ള അപ്പോസ്തലൻ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. 2016 ജാനുവരി മാസത്തിൽ പെട്ടെന്ന് എനിക്ക് ഒരു രോഗം വന്നു എന്ന് മനസ്സിലായി. ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഉടനെ ഒരു സർജറി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ചില ടെസ്റ്റെല്ലാം ചെയ്തത്. അങ്ങനെ ടെസ്റ്റെല്ലാം ചെയ്ത് അതിൻ്റെ റിസൾട്ടെല്ലാം നോക്കി ഞാനങ്ങനെ ഇരിക്കുമ്പോൾ ആ റിസൾട്ട് വന്നു. ആ റിസൾട്ട് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഭയം വന്നു. എന്തായിരിക്കും എൻ്റെ ഭാവി? എൻ്റെ ജീവിതം തീർന്നു പോവുകയാണോ? ഈ ജീവിതം അവസാനിക്കുകയാണോ? അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഒരു അസുഖം പെട്ടെന്ന് വന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഭയം വന്നു. വെറും 5 സെക്കൻഡ് മാത്രം. ആ 5 സെക്കൻഡ് 6 സെക്കൻഡിന് ശേഷം എന്തോ അവാച്യമായ, അഗോചരമായ, വാക്കുകളാൽ വർണ്ണിക്കപ്പെടാൻ സാധിക്കാത്ത ഒരു സമാധാനം എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചിറങ്ങി. എൻ്റെ ജീവിതത്തിൽ വലിയൊരു സമാധാനം വന്നു. ഞാൻ പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല. ഞാൻ പിന്നെ എൻ്റെ അസുഖത്തെക്കുറിച്ച് ചിന്തിച്ചില്ല, എൻ്റെ സർജറിയെക്കുറിച്ച് ചിന്തിച്ചില്ല, എൻ്റെ ഭാവി എന്താ എന്ന് ഒന്നും ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് ആ ഒരൊറ്റ സെക്കൻഡ് നേരം കൊണ്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ചെറുപ്പത്തിൽ തന്നെ ഞാൻ തീരുമാനമെടുത്തതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവും നാഥനുമായി ഞാൻ സ്വീകരിച്ചതാണ്. പക്ഷേ ഒരിക്കൽ കൂടി ഞാനൊരു തീരുമാനമെടുത്തു, എൻ്റെ യേശുവേ, ഇനി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. അതിനുശേഷം ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം സർജറിയിലേക്ക് ഞാൻ പോയി. പക്ഷേ ഒരു ഭയവുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ, ഞാൻ എൻ്റെ ജീവിതം ഇവിടെ തീർന്നാൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ള നല്ല ഉറപ്പോടുകൂടി പോകുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് വലിയ ശക്തി തന്നു. പ്രിയമുള്ളവരെ, ദൈവം കൂടെയുണ്ടെങ്കിൽ, യഹോവ കൂടെയുണ്ടെങ്കിൽ നാം ഈ ലോകത്തിലെ യാതൊരു ശക്തിയെയും ഭയപ്പെടേണ്ട, ഒരു മനുഷ്യനെയും ഭയപ്പെടേണ്ട. ആരെങ്കിലും നിന്നെ സംശയിച്ചാലും, ആരെല്ലാം നിന്നെ കുറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നിന്നെക്കുറിച്ച് എന്തെല്ലാം വിചാരിച്ചാലും ഒന്നും നീ ഭയപ്പെടേണ്ട. യാതൊന്നും ഭയപ്പെടാതെ ഒരൊറ്റയാളെ മാത്രം നോക്കി, കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം നോക്കി മുന്നോട്ട് പോകുവാനുള്ള ധൈര്യവും ശക്തിയും നിനക്കവൻ തരും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഗിദെയോന് ദൈവം ശക്തി കൊടുത്തു. ഗിദെയോനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഒരു വ്യക്തിപരമായ വിളി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭയപ്പാടെല്ലാം മാറി. രണ്ടാമത് നാം കണ്ടത്, ഇറ്റ് വാസ് എൻ എൻകറേജിങ് കോൾ. ദൈവം അവനോട് പറഞ്ഞു. 12-ാം വാക്യത്തിൽ നാം അപ്രകാരമാണ് വായിക്കുന്നത്, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെയുണ്ട്. പ്രോത്സാഹനത്തിൻ്റെ വിളി, നിന്നെ ശക്തീകരിക്കുന്ന വിളി. നീ തളരുമ്പോൾ ദൈവം നിന്നെ ശക്തീകരിക്കും.
നിരാശയുടെ പടുകുഴിയിൽ നീ താണു പോകുമ്പോൾ നിന്നെ അവൻ ആ നിരാശയിൽ നിന്ന് വലിച്ചു കയറ്റും. നിന്നെ അവൻ ആഴക്കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഉറപ്പുള്ള പാറമേൽ നിർത്തി നിന്റെ ഗമനത്തെ സ്ഥിരമാക്കി നിന്റെ വായിൽ പുതിയ പാട്ട് തന്ന് എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് ഹല്ലേലൂയ പാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നിനക്ക് ശക്തി തരും. പ്രോത്സാഹനത്തിൻ്റെ വിളി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ ചെറുപ്പത്തിൽ തന്നെ 16-ാം വയസ്സിൽ എനിക്കന്ന് ചാച്ചനൊരു ലിവിങ് ബൈബിൾ തന്നു. ആ ലിവിങ് ബൈബിൾ തന്നപ്പോൾ അന്ന് അതിൽ ഞാനൊരു വാക്യം കുറിച്ചു വെച്ചു. ബി സ്ട്രോങ്, ബി കറേജിയസ്, ദ ഓൾ മൈറ്റി ഗോഡ് ഇസ് വിത്ത് യു. 1977 1977 ജൂണിൽ ഞാൻ ആ വേദപുസ്തകത്തിൽ ലിവിങ് ബൈബിളിൽ ഞാനത് കുറിച്ചു വയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് വെറും 15-16 വയസ്സ് മാത്രം പ്രായമുള്ള ആ സമയത്ത് 42 വർഷങ്ങൾക്ക് മുമ്പ് അന്നങ്ങനെ കുറിച്ചു വയ്ക്കുവാൻ തക്കവണ്ണം ദൈവം എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ തന്നു? ദൈവം എനിക്ക് ശക്തി തന്നു. ബി സ്ട്രോങ്, ബി കറേജിയസ്, ദ ഓൾ മൈറ്റി ഗോഡ് ഇസ് വിത്ത് യു. നീ ശക്തനായിരിക്കുക, നീ ധൈര്യവാനായിരിക്കുക. നിത്യനായ ദൈവം, ശക്തിയുള്ള ദൈവം, സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം, അങ്ങനെ എന്നെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം എന്നെ ശക്തനാക്കിയ ഒരു നല്ലവനായ ദൈവം. പ്രിയമുള്ളവരെ, നീ തളരുമ്പോൾ നിന്നെ അവൻ എഴുന്നേൽപ്പിക്കും. നീ ഇന്ന് വാടിയിരിക്കുകയാണോ? നീ ഇന്ന് യാത്രയിൽ തളർന്നിരിക്കുകയാണോ? നിന്നെ അവൻ എഴുന്നേൽപ്പിച്ച് പുതിയ വഴി നിനക്ക് കാണിച്ചു തന്ന് ശക്തനാക്കിക്കൊണ്ട് ഗിദെയോനെ ശക്തനാക്കി മുന്നോട്ട് നടത്തിയതുപോലെ മിദ്യാനെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം, ഇസ്രായേൽ ജനത്തിന് മിദ്യാനുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ തക്കവണ്ണം ഗിദെയോനെ ശക്തനാക്കിയ ആ നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് ബലം നൽകുന്ന ദൈവമാണ്. മൂന്നാമത്തത്, ഇറ്റ് വാസ് എ കംഫർട്ടിങ് കോള്. അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അതൊരു ആശ്വസിപ്പിക്കുന്ന വിളിയായിരുന്നു. ആ 13-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 13-ാം വാക്യം. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? നാം ദൈവത്തെ സംശയിക്കുന്ന സമയങ്ങളിൽ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുന്ന സമയങ്ങളിൽ, പ്രാർത്ഥിച്ചിട്ടും നമ്മളുടെ ആവശ്യഭാരങ്ങൾ ദൈവസന്നിധിയിൽ പകർന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് കനിവിൻ്റെ ഉറവുകൾ തുറന്നു കിട്ടാതിരിക്കുന്ന ആ സമയത്ത് ദൈവം കടന്നു വന്ന് ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയാണ്. ഇറ്റ് വാസ് എ കംഫർട്ടിങ് കോൾ. ഗിദെയോനോട് പറഞ്ഞത് അതാണ്. എന്തുകൊണ്ട് എനിക്കിതെല്ലാം സംഭവിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടവനാണല്ലോ, ഞാൻ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടവനാണല്ലോ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് സംശയിച്ചപ്പോൾ ഗിദെയോനോട് ദൈവം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വായിച്ചു കേൾക്കാം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നിന്റെ ഈ ബലത്തോടെ നീ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് അവനോട് യഹോവ കൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ കംഫർട്ട് കൊടുത്തുകൊണ്ട്, അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അവന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവനെ മുന്നോട്ട് നയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും, ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് അത് ഡിലേസ് ആർ നോട്ട് ഡിനയൽസ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോവുകയില്ല. നീ മുട്ടിപ്പായി യഹോവയുടെ സന്നദ്ധിയിൽ, യേശുക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ നിന്റെ പ്രയാസങ്ങളും ഭാരങ്ങളുമെല്ലാം ആ കുരിശിൻ ചുവട്ടിൽ നീ താഴ്ത്തി വെച്ച്, ആ കുരിശിൻ്റെ ചുവട്ടിൽ നീ താളടിയായി കിടന്നുകൊണ്ട് നിന്റെ ഭാരങ്ങൾ അവൻ്റെ സന്നദ്ധിയിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നിനക്കവൻ മറുപടി തരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. എൻ്റെ അനുഭവമാണ് പ്രിയമുള്ളവരെ. എപ്പോഴെല്ലാം എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ കൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴെല്ലാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ അറച്ചു നിന്നപ്പോഴെല്ലാം യേശുക്രിസ്തു എൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് എന്നെ ശക്തീകരിച്ച് എനിക്ക് പ്രോത്സാഹനം തന്ന് എന്നെ കംഫർട്ട് ചെയ്ത് മുന്നോട്ട് നടത്തിയ ആ ചരിത്രം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ശേഷം എൻ്റെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, ഈ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലവനാണ് എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് നല്ലവനായ ദൈവം, എൻ്റെ അടുത്ത് സഹായത്തിന് എന്നോട് കൂടെയുള്ള ദൈവം, നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. പിന്നീട് നാം കാണുന്നത് ഇറ്റ് വാസ് എ കമ്മീഷനിങ് കോള്. അത് ഒരു നിയമനത്തിൻ്റെ വിളിയാണ്. എന്തിൻ്റെ നിയമനമാണ്? യഹോവയായ ദൈവത്തിൻ്റെ സുവിശേഷകനായി തീരുവാനുള്ള നിയമനത്തിൻ്റെ വിളി. 14-ാം വാക്യം വായിച്ചു കേൾക്കാം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും.
ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്, ഈ ബലത്തോടുകൂടെ നീ പോകുക, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. നിയമനത്തിൻ്റെ വിളിയാണ്, ഒരു കമ്മീഷനിങ് കോളാണ്. എന്തിൻ്റെ കമ്മീഷനാണ് പ്രിയമുള്ളവരെ? സുവിശേഷകനായി തീരുവാനുള്ള ആ കമ്മീഷൻ്റെ വിളി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. ഈ ലോകത്തിൽ നാം എന്തെല്ലാം ആയാലും എന്തെല്ലാം സമ്പാദിച്ചാലും എല്ലാറ്റിനും ഒരു അറുതിയുണ്ട്, എല്ലാറ്റിനും ഒരു അവസാനമുണ്ട്. എല്ലാം മരണം കൊണ്ട് തീർന്നു പോകും. മരണത്തിൻ്റെ ആ നാഴികയിൽ എല്ലാറ്റിനെയും വിട്ട് ഈ ലോകത്തിൽ നിന്ന് നാം കടന്നു പോകേണ്ടി വരും. ഈ ലോകത്തിൽ നാം കടന്നു പോകുമ്പോൾ എന്താണ് നമുക്ക് അവശേഷിക്കുന്നത്? നമ്മുടെ കയ്യിൽ എന്താണ് ബാക്കി വയ്ക്കാനുള്ളത്? പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് മാത്രമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് മാത്രമേ നാം വരാനുള്ള ലോകത്തിൽ നിത്യതയിലേക്ക് നമുക്ക് മുതൽക്കൂട്ടായി ലഭിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ദിദയോനെ ദൈവം മിദ്യാനിയുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടിവിക്കുവാനായി നിയമിച്ചു. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് തന്നെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വംശവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. നമ്മെ വിളിച്ച വിളി എന്ന് പറയുന്നത് ചെറിയ വിളിയല്ല. ഈ രാജകീയ പുരോഹിത വംശവും സ്വന്തം ജനവും വിശുദ്ധ വംശവുമായി തീരുവാനാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. വായിച്ചു കേൾക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. സ്തോത്രം. വലിയ വിളിയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ സ്ഥിതിയല്ല ദൈവം നോക്കുന്നത്. ഇന്ന് നമുക്ക് എന്തെങ്കിലും പദവികളുണ്ടോ, എന്തെങ്കിലും മേന്മകളുണ്ടോ, എന്തെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതകളുണ്ടോ, പൈസയുണ്ടോ, അല്ലെങ്കിൽ പ്രശസ്തിയുണ്ടോ, സ്വാധീനമുണ്ടോ എന്നൊന്നുമല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടെ പോസിബിലിറ്റീസാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഈ ലോകത്തിൽ ശീമോൻ പത്രോസിനെ ദൈവം വിളിച്ചപ്പോൾ, ആ മീൻപിടുത്തക്കാരനായ ശീമോൻ പത്രോസിനെ കർത്താവായ യേശുക്രിസ്തു അവനെ വിളിച്ചു. നീ ഇനി മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് അവനോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം വിളിക്കുമ്പോൾ ഇന്നത്തെ സ്ഥിതിയല്ല ദൈവം നോക്കുന്നത്. നാം എന്തായി തീരുവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, എന്തായി തീരുവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് കർത്താവായ യേശുക്രിസ്തു നമ്മിൽ കൂടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് എൻ്റെ സ്ഥിതി വളരെ മോശമായിരിക്കാം. ഇന്ന് ഞാൻ ആർക്കും വേണ്ടാത്തവനായി, ആരും നോക്കാത്തവനായി ഞാനിങ്ങനെ ഇരിക്കുകയായിരിക്കാം. പക്ഷേ കർത്താവായ യേശുക്രിസ്തു നിന്നെ കാണുമ്പോൾ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ വലങ്കരങ്ങളിൽ ശക്തിയുള്ള ആയുധമായി ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ആ വലിയ പോസിബിലിറ്റീസാണ് പ്രിയമുള്ളവരെ ദൈവം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. C.T. സ്റ്റഡ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഇംഗ്ലണ്ടിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് 3 സ്റ്റഡ് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. ഈ 3 സ്റ്റഡ് സഹോദരന്മാരും അവർ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൽ അംഗങ്ങളായിരുന്നു. 3 പേരും നല്ല ക്രിക്കറ്റ് കളിക്കാർ. അതിൽ C.T. സ്റ്റഡിൻ്റെ സഹോദരൻ നല്ല ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. പെട്ടെന്നാണ് അവൻ രോഗബാധിതനായി തീർന്നത്. ക്രിക്കറ്റ് കളം നിറഞ്ഞു നിന്ന ആ സ്റ്റഡിൻ്റെ സഹോദരൻ പെട്ടെന്ന് രോഗബാധിതനായി ആശുപത്രിയിലായി. ലോകത്ത് അറിയപ്പെടുന്ന ഡോക്ടർമാരെല്ലാം വന്ന് ചികിത്സിച്ചു. യാതൊരു സൗഖ്യവും കിട്ടിയില്ല. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിലെ അംഗമായ C.T. സ്റ്റഡ് സഹോദരൻ്റെ മരണക്കിടയ്ക്ക് അരികെ നിന്നുകൊണ്ട് പറഞ്ഞു, ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്, ബട്ട് ദാറ്റ് വിച്ച് ഇസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. ഒരേ ഒരു ജീവിതം മാത്രം, അതെത്രയോ പെട്ടെന്ന് തീർന്നു പോകും. എന്നാൽ യേശുക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. അന്ന് C.T. സ്റ്റഡ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൽ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തു. ക്രിക്കറ്റിനോട് യാത്ര പറഞ്ഞിട്ട് അദ്ദേഹം ചൈനയിലേക്ക് ചൈന മിഷൻ്റെ സുവിശേഷകനായി കടന്നുപോയി. തിരിച്ച് വന്നിട്ട് അദ്ദേഹം ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാനായി കടന്നുപോയി. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്, ബട്ട് ദാറ്റ് വിച്ച് ഇസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. യേശുക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും.
എന്തെല്ലാം ഈ ലോകത്തിൽ നേടിയാലും, എന്തെല്ലാം ഈ ലോകത്തിൽ സമ്പാദിച്ചാലും, എല്ലാം നമ്മുടെ മരണത്തിൻ്റെ ആ വിനാഴിക വരെ മാത്രം. ആ മരണത്തോട് നാം അടുക്കുമ്പോൾ മരണത്തിൻ്റെ ആ വിനാഴികയിൽ ഈ ലോകത്തിൽ നമുക്കൊന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ഏകനായി വന്ന മനുഷ്യൻ ഏകനായി മരണത്തെ നേരിടുമ്പോൾ ഈ ലോകത്തിൽ എന്തെല്ലാം നേടി, എന്തെല്ലാം സമ്പാദിച്ചു എന്നുള്ളതിന് യാതൊരു വിലയുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ കണ്ടത്, ഡൈ എംപ്റ്റി. ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ലോകത്തിൽ തീർത്തിട്ട് പോകണം. എനിക്ക് എന്തെങ്കിലും സമ്പത്തുണ്ടോ, എനിക്ക് എന്തെങ്കിലും ബുദ്ധിയുണ്ടോ, എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ, എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിനായി തീർത്തിട്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകണമെന്ന് ഞാൻ വായിച്ചു. ഡൈ എംപ്റ്റി. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ സുവിശേഷകനായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരു നിയോഗം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അതിൽ പലം വലിയ ഭാഗ്യമില്ല. ഡേവിഡ് ലിവിങ്സ്റ്റണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡേവിഡ് ലിവിങ്സ്റ്റണും സ്കോട്ട്ലൻഡിലെ ആ വലിയ ആഡംബര ജീവിതമെല്ലാം വിട്ട് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിലേക്ക് കടന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അവിടെ വാരി വിതറി. ഇരുണ്ട ഭൂഖണ്ഡമെന്ന ആ ഭൂഖണ്ഡത്തെ സുവിശേഷത്തിന്റെ നിറവിൽ അന്ധകാരത്തെ മാറ്റി പ്രകാശമാനമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഉപയോഗപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് അവന്റെ സാക്ഷിയായി തീരുവാൻ തക്കവണ്ണം, അവന്റെ വേലക്കാരനായി തീരുവാൻ തക്കവണ്ണം, അവന്റെ സുവിശേഷകനായി തീരുവാൻ തക്കവണ്ണം നമുക്ക് അവന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഇത് നല്ല വേലയാണെങ്കിലും മനുഷ്യരുടെ എതിർപ്പുകൾ പലതും നേരിടേണ്ടി വരും. അപ്പോസ്തലനായ പൗലോസ് ഒരു ഡിഗ്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, FFC, എ ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്. ക്രിസ്തു നിമിത്തം ഭോഷൻ എന്ന ആ ഡിഗ്രി വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി മനുഷ്യന്റെ മുമ്പിൽ ഭോഷനായി തീർന്നുവെങ്കിലും, മനുഷ്യന്റെ മുമ്പിൽ ഒന്നുമില്ലാത്തവനായി തീർന്നുവെങ്കിലും, ദൈവത്തിന്റെ മുമ്പിൽ വലിയവനായി തീർന്നുകൊണ്ട്, ദൈവത്തിന്റെ മുമ്പിൽ ശ്രേഷ്ഠനായി തീർന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷനായി തീരുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനമാണ് കർത്താവായ യേശുക്രിസ്തു തരുന്നത്. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മാത്രം ശ്രവിക്കുക. ഗിദെയോനെ ദൈവം തെരഞ്ഞെടുത്ത് നിയമനം കൊടുത്തതുപോലെ നമുക്കും അവൻ സുവിശേഷത്തിനായുള്ള നിയമനം തരികയാണ്. ഇങ്ങനെ സുവിശേഷനായി തീരുന്നുകൊണ്ട് എനിക്ക് എന്താണ് ലഭിക്കുവാൻ പോകുന്നത്? നല്ല ദാസനെ എന്നുള്ള വിളി കേട്ടുകൊണ്ട് ഞാൻ നല്ല ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, എൻ നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ആ നീതിയുടെ കിരീടം കിട്ടുവാൻ തക്കവണ്ണം ആ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, മരണയോർദാൻ കടന്ന് കർത്താവായ യേശുക്രിസ്തു സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ആ അന്ത്യന്യായവിധി സമയത്ത് കർത്താവായ യേശുക്രിസ്തു നമ്മെ നീതിயின் കിരീടം ധരിപ്പിക്കുവാൻ തക്കവണ്ണം അതിശയകരമായ ആ സമ്മാനമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ നിയമനത്തിൻ്റെ വിളി അവസാനമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇറ്റ് വാസ് എൻ എംപവറിംഗ് കോൾ. ചുമതലപ്പെടുത്തുന്ന വിളി. അവനെ ചുമതലപ്പെടുത്തി അവനെ അയക്കുകയാണ്, അധികാരപ്പെടുത്തി അവനെ വിളിക്കുകയാണ്. നിന്റെ ഈ ബലത്തോടെ പോക, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്, ബലവാന്മാരെ അല്ല ദൈവം വിളിച്ചത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ബലവാന്മാരെ ഒന്നുമല്ല ദൈവം തിരഞ്ഞെടുത്തു. മോശയെ തിരഞ്ഞെടുത്തപ്പോൾ, ദാവീദിനെ തിരഞ്ഞെടുത്തപ്പോൾ ബലമൊന്നും നോക്കിയല്ല ദൈവം തിരഞ്ഞെടുത്തത്. പ്രിയമുള്ളവരെ, നമ്മയും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും മേന്മ നോക്കിയല്ല, ഒരു യോഗ്യതയും നോക്കാതെ നമ്മെ അവൻ തിരഞ്ഞെടുക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു സർജറി കൂടെ കടന്നുപോയ ആ അവസരത്തിൽ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എൻ്റെ യേശുവേ, ഇനി ഞാൻ എത്ര കാലം ജീവിച്ചാലും ഇനി ഞാൻ നിൻ്റെ ഒരു സാക്ഷിയായും ജീവിക്കും, ഞാൻ നിൻ്റെ ഒരു വേലക്കാരനായി ജീവിക്കുമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ തീരുമാനമെടുത്തു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഒരു കാര്യം മാത്രം നമുക്ക് തീരുമാനിക്കാം പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു കാര്യം നാം യേശുവിനോട് നമുക്ക് പറയാം, എൻ്റെ യേശു, ഇതുവരെ വന്ന ജീവിതം ഞാൻ മാറ്റിവെക്കുകയാണ്, ഇതുവരെ വന്ന ആ വഴി ഞാൻ മാറുകയാണ്, ഞാൻ റൈറ്റ് അബൌട്ട് തിരിഞ്ഞ് ഞാൻ യേശുവിൻ്റെ വഴിയിൽ നിന്ന് നടക്കുവാൻ ഞാൻ തീരുമാനിക്കുകയാണ്. എൻ്റെ യേശുവെ, നീ എന്നോട് കരുണ ചെയ്യണമേ. എൻ്റെ യേശുവെ, നീ എന്നോട് കരുണ ചെയ്ത് എൻ്റെ പാപങ്ങളെല്ലാം അവിടുത്തെ ക്രൂശിലെ തിരുരക്തത്താൽ അവിടെ നിന്ന് മായ്ച്ചു കളയണമേ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് നാം വായിക്കുന്നു. കർത്താവെ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ഞങ്ങളുടെ പാപങ്ങളെയെല്ലാം മാറ്റി, പാപങ്ങളുടെ കെട്ടുകളെയെല്ലാം പൊട്ടിച്ച് കർത്താവെ, പിശാചിൻ്റെ വലയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട് നമുക്ക് ഒരു കാര്യം മാത്രം തീരുമാനിച്ച് പറയാം, ഇനി ഞങ്ങൾ യേശുവിൻ്റെ വഴിയിൽ നടക്കും, ഇനി ഞങ്ങൾ പഴയ രീതിയിൽ പോവുകയില്ല എന്ന് നമുക്ക് യേശുവിനോട് തീരുമാനം പറയാം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.